ഹലോ അസ്സാം വലൈക്കും. ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള മസ്ക ബന്ന് കണ്ടാലോ? ആദ്യം ഒരു പാത്രത്തിലേക്ക് മൈദയും ഉപ്പും ചേർത്ത് നേരത്തെ മിക്സാക്കി വെച്ച പാലും ഈസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്ത് കൈകൊണ്ട് നന്നായി മിക്സാക്കി എടുക്കാം. സോഫ്റ്റ് ഡോ ആവോളം മിക്സാക്കി കൊടുക്കാം. മൈദ നന്നായി കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് നേരം അടച്ചു വെക്കാം. ഒരു 3 hours കഴിഞ്ഞിട്ടാകുമ്പം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നന്നായി കൈവച്ച് കുഴച്ചെടുക്കാം. ചെറിയ ചെറിയ ബോൾ ഷേപ്പ് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം തിളച്ച എണ്ണയിലേക്ക് ബന്ന് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചും കുക്ക് ചെയ്തെടുക്കാം. ബന്നൊരു ഗോൾഡൻ കളർ ആയതിനു ശേഷം നമുക്ക് കോരിയെടുക്കാം. അങ്ങനെ സിമ്പിളായിട്ടുള്ള ബന്ന് റെഡി. ഇനി ഇതിലേക്കുള്ള ക്രീം ആക്കാം. ആദ്യം തന്നെ റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ എടുക്കാം. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തേക്കാൻ മറന്നുപോയിടോ. കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ബട്ടർ നന്നായി മിക്സായി വന്നതിന് ശേഷം അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അൺസാൾട്ട് ബട്ടറാണ് ഇവിടെ എടുക്കേണ്ടത്. മിൽക്ക് മെയ്ഡ് ചേർത്ത് നന്നായി ഫ്ലഫി ആവോളം ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ബന്നിൻ്റെ സൈഡ് കട്ട് ചെയ്ത് അതിലേക്ക് നേരത്തെ ആക്കി വെച്ച ബട്ടർ ക്രീം ചേർത്ത് കൊടുക്കാം. ബന്ന് തണിഞ്ഞതിന് ശേഷം മാത്രം ബട്ടർ ചേർത്ത് കൊടുക്കാം, ഇല്ല മെൽറ്റ് ആയിപ്പോവും. അതിനുശേഷം പൊടിച്ച പഞ്ചസാരയിൽ ടിപ്പ് ചെയ്തെടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള മസ്ക ബന്ന് റെഡി. ട്രൈ ചെയ്ത് കമൻറ്റ് പറയണേ. താങ്ക് യു ഫോർ വാച്ചിങ്.